ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷ, സാൽവേഷൻ, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും മഹനീയമായത് ആമേൻ. എന്താ രക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആത്മ മനുഷ്യൻ ജനിക്കുക. ഞാൻ അവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് കടക്കണം. ആമേൻ. അതുകൊണ്ട് ഞാൻ അല്പം വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. രണ്ടാമത്തെ മതിലിലേക്ക് പോകാം. ഇടിഞ്ഞു കിടക്കുന്ന രണ്ടാമത്തെ മതിലിന്റെ വിഷയത്തിലേക്ക് പോകാം. വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. അവരെ മതിലിന്റെ നടുവിലൂടെ കടന്നുപോയി. സ്വതന്ത്രം. എന്താ ഇതിന്റെ പ്രത്യേകത? 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാം. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 10-ന്റെ 4 കൂടെ ചേർത്ത് വായിച്ച്. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയാഹാരം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആമേൻ. പഴയ നിയമത്തിനകത്ത് ആമേൻ അവർ കടന്നുപോയ വഴികളെ കുറിച്ച് പുതിയ നിയമത്തിനകത്ത് വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അവർ ചെങ്കടൽ വഴി കടന്നപ്പോൾ. അതിന്റെ അടുത്ത വാക്യം കൊണ്ട് വായിച്ചോനെ. 10-ാം അധ്യായത്തിന്റെ 3-ആണോ 5-ആണോ വായിച്ചേ? ആമേൻ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. 10-3 വായിച്ചേ. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അത് 4-3 ഒന്നിച്ചാണ് വായിച്ചേ. ഓക്കേ. ആമേൻ. 10-2 വായിച്ചേ. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന്. അതാ വാക്യം. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന്. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റു. ഈ വാക്യം അവർ കടന്നു പോകുമ്പോൾ വെള്ളം 2 സൈഡിലും മതിലായി നിന്നപ്പോൾ, സമുദ്രത്തിന്റെ നടുവിലൂടെ കടന്നപ്പോൾ, പുതിയ നിയമത്തിൽ പൗലോസ് എഴുതി അത് സ്നാനത്തിന് ഒരു മുൻകുറി. ആ മതിലിന്റെ നടുവിലൂടെ അവർ പോയത് വചനപ്രകാരം സ്നാനമായിരുന്നു. ചില ആൾക്കാർ ചോദിക്കുന്ന പഴയ നിയമ വിശ്വാസികൾ സ്നാനപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. കാരണം അന്ന് അതിലെ കടന്നുപോയത് 25 ലക്ഷം പേരാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്നാനം. ഹല്ലേലൂയ. അവർ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ ഇന്ന് രാത്രി കൺവെൻഷന് തുടക്ക രാത്രിയിൽ ഈ വിഷയം ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഈ മതിലിനകത്തൂടെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് പറഞ്ഞിട്ട് ഈ മതിലിനകത്തുകൂടെ കൂടെ ഒന്ന് പോകണം. അത്രയും പറഞ്ഞ് അത് വിടുകയാണ്, വിശദീകരിക്കുന്നില്ല. നാളെ കഴിഞ്ഞ കൺവെൻഷൻ ഉണ്ടല്ലോ. നമുക്ക് 3-ാമത്തെ മതിലിലേക്ക് പോകാം. സദൃശവാക്യങ്ങൾ 25-ന്റെ 28-ാമത്തെ വാക്യം. ആത്മസംയമം ഇല്ലാത്ത ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ആത്മസംയമം എന്നവിടെ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്. ആത്മസംയമനം എന്ന് നമ്മൾ പറയും. ഇല്ലാത്ത പുരുഷനോ സ്ത്രീയോ അവർ മതിലില്ലാത്ത പട്ടണം പോയി. എപ്പോൾ എതിരെയൂടെയാണ്
പാമ്പ്, കുറുക്കൻ, പട്ടി, പല്ലി, പഴുതാര, എലി, പുലി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്താണ് ആത്മസംയമനം എന്ന് പറയുന്നത്? അതിന് ഇംഗ്ലീഷിൽ സെൽഫ് കൺട്രോൾ എന്ന് പറയും. സെൽഫ് കൺട്രോൾ. കുറച്ചുകൂടെ ഗ്രാമാറ്റിക്കൽ മലയാളത്തിൽ ഇന്ദ്രിയ ജയം എന്ന് പറയും. ഒരു ഇന്ദ്രിയത്തിനും ഒരു ജയവും ഇല്ലാത്തവർ ഇഷ്ടംപോലെ പേരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ എന്താ ഭാഷ? എത്ര ഇങ്ങോട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എഴുതി വെച്ചോ, കാത് ഒരു ഇന്ദ്രിയമാണ്. കാതൊരു, അതിന് ജയം പ്രാപിച്ചവർ എല്ലാം കേൾക്കാൻ പോവുകയില്ല. അല്ലോ, ആരാ? ശോശാമ്മയോ? എന്നാ വിശേഷം? പാസ്റ്ററുടെ കാര്യം പറയാനാ, വെക്കടി പോണെന്ന് പറയണം. കാരണം എൻ്റെ കാത് ജയം പ്രാപിച്ച കാത്. അതാണ് ഇന്ദ്രിയ ജയം. കണ്ടവരുടെ കുറ്റം കേൾക്കാനും വൃത്തികേട് കേൾക്കാനും കൂട്ടിപ്പിടിപ്പിക്കാനും നുണ പറയാനും ഉള്ളതല്ല എൻ്റെ ചെവി. മറ്റൊരു ഇന്ദ്രിയത്തിന്റെ പേരാണ് കണ്ണ്. മറ്റൊരു ഇന്ദ്രിയത്തിന്റെ പേരാണ് കണ്ണ്. ഒരാൾ നമുക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറയാ, കണ്ടായിരുന്നോ? ഇല്ല. നീ പറയുന്ന ആ ഫാസ്റ്ററുടെയാണ്. ആ സെക്കൻഡ് മേലാൽ ഇതുപോലത്തെ വീഡിയോ എനിക്ക് അയച്ചത്. കാരണം ഇത് കാണാനല്ല തമ്പുരാൻ എനിക്ക് കണ്ണ് തന്നിരിക്കുന്നത്. എൻ്റെ കണ്ണ് ജയം പ്രാപിച്ച കണ്ണാ. കൃപയോടെ എത്ര പേരിനകത്തുണ്ട്? എത്ര പേരിനകത്തുണ്ട്? എൻ്റെ കണ്ണ് ജയം പ്രാപിച്ച കണ്ണാ. ദൈവകൃപയില്ലാത്തതൊന്നും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണില്ല. ധൈര്യമുണ്ടോ? ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ യൂട്യൂബിനകത്ത് കാണത്തില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? നീ ഒരു പ്രവാചകനാണോ? അങ്ങനെയുള്ളവരെയാ ദൈവം ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളവരെയാ ദൈവം ഉപയോഗിക്കുന്നത്. ധൈര്യമുണ്ടോ? നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിലിട്ട് കൊടുത്തിട്ട്, പാസ്റ്ററുടെ മുമ്പിലിട്ട് കൊടുത്തിട്ട്, പരിശുദ്ധാത്മാവിന് വേണ്ടാത്തതൊന്നും ഇതിനകത്തില്ല, എൻ്റെ ഗാലറി നോക്ക്, എൻ്റെ മൊബൈൽ നോക്ക് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? എൻ്റെ ഫോണാ, ലോക്ക് അഴിച്ചു തരാം. സൈബർ വിദഗ്ധന്മാരുണ്ടെങ്കിൽ നോക്കൂ. പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ലാത്തൊന്നും കാണില്ല. ദൈവം ഉപയോഗിക്കണോ? ദൈവം നിന്നെ അനുഗ്രഹിക്കണോ? നിന്റെ കണ്ണ് ജയം പ്രാപിക്കണം. നിന്റെ കണ്ണ് ജയം പ്രാപിക്കണം. എല്ലാം കാണാൻ നിനക്ക് അനുവാദമില്ല. കാരണം നീ ദൈവത്തിന്റെ പൈതലാ, നീ ദൈവത്തിന്റെ വകയാ, നീ രക്ഷിക്കപ്പെട്ടതാ. നിന്റെ ഹൃദയത്തിനകത്ത് യേശു. ഞാൻ ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. യേശു ഇങ്ങനെ ഹൃദയത്തിലിരിക്കുന്നു. ഓക്കെ ആണോ? യേശുവിൻ്റെ മുഖം എങ്ങോട്ടാ? നമ്മുടെ മുഖം പോലെ തന്നെ. അപ്പൊ നീ ഫ്രണ്ട് ഈ മൊബൈൽ പിടിച്ചോണ്ട് നീ എന്തോ കണ്ടാലും ആരും കൂടെ കാണുന്നുണ്ട്. ചങ്ക് തകർക്കുന്ന വർത്താനമാണല്ലോ പറയുന്നത്. അങ്ങനെ പറയത്തുള്ളൂ. നീ മൊബൈല് ഓപ്പൺ ചെയ്തേ, നീ കാണുമ്പോൾ യേശു എന്നിട്ട് ചങ്കിനകത്തിരുന്ന് രണ്ടുപേരും ഒന്നിച്ചല്ലേ കാണുന്നേ? യേശു പറയോ കണ്ട 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 കൊള്ളാം കണ്ട എന്ന് യേശു പറയോ? നിർത്തുന്നോ ഇല്ലേ? ഇന്ന് നിർത്തുന്നോ ഇല്ലേ? ഒരു ദേവദാസിനെ കുറിച്ചും അവരെ അപമാനിക്കുന്ന ഒരു വീഡിയോയും വേറെ ആൾക്ക് അയക്കാൻ പാടില്ല. അത് കാണാനും പാടില്ല. കാരണം നമ്മുടെ ജോലി അതല്ല. നമ്മൾ പറ, ഞങ്ങൾ ജയം പ്രാപിച്ചവരാ, ഞങ്ങൾ ജയം പ്രാപിച്ചവരാ, ഞങ്ങൾ ജയം പ്രാപിച്ചവരാ. മൂന്നാമത്തെ ഇന്ദ്രിയം നാക്ക്. മൂന്നാമത്തെ ഇന്ദ്രിയം നാക്ക്. നിങ്ങൾക്കൊരാളെ പരിഹസിക്കാൻ പറ്റുമോ? വായിക്കാറ് യെശയ്യാപ്രവചനം 28:22. യെശയ്യാപ്രവചനം 28:22.
ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ, ശ്രദ്ധിച്ചേ, അങ്ങോട്ട് വായിക്കുന്ന ശ്രദ്ധിച്ച, ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ, ഓൾറെഡി നമുക്ക് ബന്ധനം ഉണ്ടല്ലോ, ആ ബന്ധനങ്ങൾ മുറുകിപ്പോകാതെ ഇരിക്കേണ്ടതിന്. പാസ്റ്റർ കിടന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞ അഴിക്കലോട് അഴിക്കല്. ഇവിടെ പാസ്റ്റർ അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ, പക്ഷെ അതെന്ത് അതിനെ അതെന്ത് ചെയ്യുക, മുറുക. പാസ്റ്റർ എന്ത് ചെയ്യുക, അഴിക്കുക. അതിനു ബന്ധനം മുറുക. എന്താ മുറുകാൻ കാരണം? അജോ, നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. നീ മറ്റുള്ളവരെ പരിഹസിക്കും തോറും, പക്ഷെ തമിഴിൽ കൂടി കൂടി പക്ഷെ 22 28 22 22 പോകാതെ പഠിക്ക്. നിങ്ങളുടെ കെട്ട് മുറുകാതിരിക്കണമെങ്കിൽ പിന്നെ പിന്നെ കെട്ട് മുറുക. എന്താ കാര്യം? ഒരു സ്വഭാവം നമ്മൾ മാറ്റണം. കൈകൂപ്പി, ഞാൻ നിങ്ങളോട് കൈകൂപ്പി പറയാം. ഏത് പാസ്റ്ററൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഏത് ബൂസിട്ട് കാര്യമില്ല. നമ്മൾ മറ്റൊരാളെ അപമാനിക്കരുത്, പരിഹസിക്കരുത്. ഒന്നാമത് തന്നെ അറിയണം, നമുക്കൊന്നും അറിയില്ല. അതാണ് നമുക്കറിയാവുന്നതൊന്നും കറക്റ്റ് അല്ല. ഇന്ദ്രിയ ജയം, നമ്മുടെ ത്വക്ക് ജയം പ്രാപിക്കണം. അതൊരു ഇന്ദ്രിയമാണ്, ത്വക്ക്. സ്പർശനം, എവിടെ ഇരിക്കണം, ആരുടെ കൂടി ഇരിക്കണം, ആരെ തൊടണം, ആരെ തൊടരുത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അമ്മമാര് അപ്പന്മാര്, ഞാൻ ഒത്തിരി നിങ്ങളെ ബഹുമാനിക്കുന്നു. സിസ്റ്റേഴ്സ്, എൻ്റെ മക്കളെ പോലുള്ളവര്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആത്മസംയമനമില്ലാത്തവൻ, ഇന്ദ്രിയ ജയമില്ലാത്തവൻ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ശൽവികോ, അടുത്തേക്ക് ഞാൻ പോകാം, വായിക്കാം. ഉന്നത പാട്ട്, ഉത്തമഗീതം, അതിന്റെ 4-ാമത്തെ അതിന്റെ 12-ാമത്തെ വാക്യം. ഉത്തമഗീതം 4:12. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. ദൈവസഭ, മണവാട്ടി സഭ. ആമേൻ. തുറന്നു കിടക്കുന്ന ഒരു വെളിപ്രദേശമല്ല, പകരം പറ, കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം. വേർപാടുള്ള സഭ. സഭയ്ക്ക് വേർപാടുണ്ട്. എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എവിടെ പോകണം, എവിടെ പോകരുത്. എല്ലായിടത്തും പോകരുത്, ക്ഷണിക്കുന്ന എല്ലായിടത്തും പോകരുത്. ഒരിക്കൽ സ്ത്രീയുടെ ദേഹത്തുനിന്ന് പിശാച് ഇറങ്ങി പോകുമ്പോൾ ആ പിശാച് പറഞ്ഞാണ്, ഞാൻ വന്നതൊന്നല്ല, ഇവിടെ വിളിച്ചു കയറ്റിയത്. ആ പിശാച് പറയണം, ഞാൻ ഇവിടെ ദേഹത്തേക്ക് വന്നതല്ല, ഇവളെന്നെ വിളിച്ചു കയറ്റിയതാണ്. എന്ന് വെച്ചാൽ എവിടെ വെച്ചാ? അത് കാട്ടിനകത്ത് വെച്ച് വിറക് തലയിലോട്ട് വെക്കാൻ നേരത്ത്, ഇവിടെ തലയിലേക്ക് വിറക് ഇട്ടിട്ട് തലയിലോട്ടെടുത്ത് വെക്കാൻ നോക്കിയിട്ട് ഈ വെയിറ്റ് കാരണം കയറുന്നില്ല. സാർ ദേഷ്യം ബന്ധം പറഞ്ഞു, കയറുന്ന ശാചെന്ന് പറഞ്ഞു. അന്നേരം തലയിൽ വിറക് കയറും. പിശാച് പറയാ, ഞാൻ വണ്ടിക്കൂലി ഇല്ലാതെ വന്നൊന്നല്ല, ഇവിടെ വിളിച്ചു കയറ്റത്. ചില ആൾക്കാരുണ്ട്, ആരും നേർച്ച ചോദിച്ചാലും കൊടുക്കും. അതെന്തിനാ വെച്ച് അങ്ങനെ കൊടുക്കുന്നത്? നമ്മളെവിടാ പോകുന്നതെന്ന് ആർക്കറിയാം മോനെ. എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു വ്യവസ്ഥ, നമ്മൾ വേർപെട്ട ദൈവം. ഞാൻ എല്ലാം ഒന്നും എന്തിനത്ര പറയുന്നില്ല. ബാർബർ ഷാപ്പിൽ ചെന്നാൽ ബാർബർ ചോദിക്കും, ഗുള്ളി കട്ടിങ് വേണോ, മാരഡോണ കട്ടിങ് വേണോ, ചാർലി ചാപ്ലിൻ കട്ടിങ് വേണോ? അന്നേരം അവരോട് പറയണം, പെന്തക്കോസ് കട്ടിങ് വേണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ കട്ടിങ് ഇല്ല, മാന്യമായിട്ട് മുടി വെട്ടണമെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വെള്ള ഷർട്ട് ഇട്ടാല് വിശുദ്ധനാകുന്നുള്ള അർത്ഥക്കാരനല്ല ഞാൻ. സൗകര്യമാരല്ലോ സാരി കൊടുക്കണം, അല്ലെ ചുരിദാർ ഇടണം, പാൻറ് ഇടരുത് എന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ. അങ്ങനല്ല, മാന്യമായിരിക്കണം,
യോഗ്യമായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കും. ഒരു പ്രശ്നം തീർക്കാനായിട്ട് ഒരാള് ഒരു പ്രാർത്ഥിക്കുന്നവർ വീട്ടിൽ ചെന്നു. ഇയാൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രശ്നം കാരണം പുള്ളി അവിടുന്ന് ഇറങ്ങി പോയി. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും. വേർപെട്ട ജീവിതം. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. കർത്താവ് നമുക്കൊരു മതിൽ തന്നിട്ടുണ്ട്. ആമേൻ. ഒന്ന് വായിച്ച് കേൾപ്പിച്ച് യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 9-10 ഒന്ന് വായിച്ച്. അതിന് പിശാച് യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? ചോദിച്ചു. അന്തിയൂർ കോണത്ത് ഇന്നാരുടെ വീട്ടിൽ പോയോ? പിശാചിനോട് ദൈവം ചോദിക്കുക. അന്തിയൂർ കോണത്ത്, അവൻ തിരുമലയില്, കാട്ടാക്കടയില്, അല്ലെങ്കിൽ ഈ ചുറ്റുപാടുള്ള സ്ഥലത്തിന്റെ പേര് കൂട്ടിക്കോ. അവിടെ ഇന്നാരുടെ വീട്ടിൽ പോയോ? അത് നിങ്ങളുടെ വീടാ, നിങ്ങളുടെ പേര് കൂട്ടി അത് ചിന്തിച്ചോ. അപ്പോൾ പിശാച് പറയാ, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? വെറുതെയാണോ അവർ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഒന്ന് കൈയടിച്ച് ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ ഇങ്ങനെ ആരാധിക്കാൻ കാരണം എന്താ? നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടിരിക്കാൻ കാരണം എന്താ? നിങ്ങൾ കുടുംബമായിട്ട് സമാധാനത്തോടെ കാരണം എന്താ? നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മളെ സൂക്ഷിക്കുന്ന സർവസകലനായ ദൈവമോ ഇന്ന് രാത്രി ദൈവത്തിന്റെ വേലി. അമേൻ. പ്രാർത്ഥന നിന്റെ വേലിയാണ്, കണ്ണുനീര് നിന്റെ വേലിയാണ്. അമേൻ. ശത്രു അകത്ത് കിടാൻ അനുവദിക്കരുത്. സ്തോത്രം. എടുക്ക 80-ാം സങ്കീർത്തനം എടുക്ക. 80-ാം സങ്കീർത്തനം 10-11 ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. എല്ലാവരും ശ്രദ്ധിച്ചേ. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരിക്കുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു. വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. എങ്ങനെ വയലിലെ മൃഗം നമ്മുടെ പറമ്പിൽ കയറിയ? കാട്ടുപന്നി എങ്ങനെ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ കയറിയ? നീ ആ വേലി പൊളിച്ചപ്പോൾ ശത്രു അകത്ത് കയറി. ഇസ്രായേലിനോട് ആസാഫ് സങ്കീർത്തനക്കാരൻ പറയുക, നീ എന്തിനത് പൊളിച്ച്? നിന്റെ പ്രാർത്ഥനയുടെ വേലി പൊളിഞ്ഞത് കൊണ്ടല്ലേ അതിനകത്ത് ശത്രു കയറിയത്. ദൈവവചനത്തിന് വിരുദ്ധമായി നടക്കുന്നവർ അകത്ത് കയറാൻ കാരണം എന്താ? എൺപതാം സങ്കീർത്തനം നിങ്ങൾക്കറിയാം. ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായി ഇസ്രായേൽ ഇടയനാളുള്ളവയെ ജപിക്കൊള്ളണമേ. കെരൂബുകളിൽ മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണേ. എഫ്രൈമും ബെന്യാമീനും മനസ്സേയും കാണുക. നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ദൈവമേ, ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ തിരുമുഖം പ്രകാശിക്കണമെന്ന് ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും. നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാനും അനവധി കണ്ണുനീർ കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു. എങ്ങനെ അമ്മ? എങ്ങനെ വേലി പൊളിച്ചു കളഞ്ഞു? ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. കണ്ണുനീര് തിന്നണം, കണ്ണുനീര് കുടിക്കണം. ആമേൻ. പ്രാർത്ഥിക്കാതെ മറുപടിയില്ലെന്ന്. ഹല്ലേലൂയ. പൊളിഞ്ഞു പോയ മതില്. 80-ാം സങ്കീർത്തനം 8-9 വായിച്ചിട്ടുണ്ടോ? നീ മിസ്രൈമിൽ ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു. നീ അതിനെ നട്ടു, നീ അതിനെ തടമെടുത്തു, അത് വേരൂന്നി ആ ദേശത്തും പടർന്നു. ദൈവം മാനുഷില്ല, ദൈവം അനുഗ്രഹിച്ചില്ല. പിന്നെ എന്താ പ്രശ്നം? കർത്താവ് ഇന്ന് രാത്രി പറയാ, പൊളിഞ്ഞ മതിലുകൾ മുഴുവൻ പണിയണം. യെരൂശലേമിന്റെ മതിൽ പണിയുന്ന രാത്രിയാണ് ഈ 1-ാമത്തെ രാത്രി. ഹല്ലേലൂയ. യെരൂശലേമിന്റെ മതിൽ പണിയുന്ന രാത്രിയാണ് 1-ാമത്തെ രാത്രി. ആമേൻ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മതിലും കൂടെ പറയാൻ പോവാ. നിങ്ങളൊന്ന് ആത്മാവിൽ സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. തുള്ളിച്ചാടി ആരാധിക്കുന്ന ഒരു മതിൽ പണിയാൻ പോവാ, പറയാൻ പോവാ. സഖറിയാ 2-ാമത്തെ 5-ാമത്തെ വാക്യം. എന്നാൽ
കർത്താവ് പറയാ, എന്നാൽ ഞാൻ, കർത്താവ് പറയാ, ഞാൻ അതിനു ചുറ്റും നിങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കും. തീമതിലായിരിക്കും. ഓ, എത്ര പേരാ വാക്കിന് അർത്ഥം മനസ്സിലായവരുണ്ട്? ഇന്ന് രാത്രി തമ്പുരാൻ പറയാ, ഇനി ഒരു ശത്രു നിന്റെ അകത്ത് കടക്കാതെ, ഒരു അവൻ കുട്ട വ്യാപാരങ്ങൾ നിന്റെ അകത്ത് കടക്കാതെ, ഇന്ന് രാത്രി ഒരു തൊട്ട ശക്തിയും ഒരു അന്ധകാരത്തിന്റെ ശക്തികളും നിന്റെ അകത്ത് കടക്കാതെ ഞാൻ നിനക്ക് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ സഭയ്ക്ക് ചുറ്റും, നീ യാത്ര ചെയ്യുന്ന വാഹനത്തിന് ചുറ്റും എന്റെ തമ്പുരാൻ, എന്റെ ദൈവം അഗ്നി മതിലായി, അഗ്നി മതിലായി നിന്നെ പരിപാലിക്കുമെന്ന് രാത്രി തിരിച്ചറിയുന്നവർ, ഈ ഊരേറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചോ. ആത്മാവിന്റെ പുതിയ ഫലം, പുതിയ ശക്തി പകരട്ടെ. ദൈവ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. യെസ്, ദൈവത്തെ സൂചിച്ചാട്ടെ, നന്ദിയോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ദൈവത്തിന്, നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾക്ക് ദോഷം വരരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം തന്നെ നമ്മുടെ വഴി അടയ്ക്കും. ആമേൻ. 139 സങ്കീർത്തനം എടുത്തു വെച്ച മക്കളെ, ഞാൻ പറയുന്ന പോലെ വായിക്കണം. 5-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാക്ക് വായിക്കും. നീ മുൻപും പിൻപും, അല്ല, മുൻപ് കഴിഞ്ഞിട്ട് പിന്നെ നീ എന്റെ മുൻപും, അല്ലേ? അപ്പൊ ആദ്യം ദൈവം എവിടെ അടയ്ക്കും? മുൻപടയ്ക്കും. നമ്മളങ്ങോട്ട് പോകേണ്ട വഴിയൊക്കെ അടയ്ക്കും, മുൻപങ്ങ് അടയ്ക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുറകോട്ട് പോകും. ഇനി രണ്ടാമത് വായിക്കുന്നത് പിൻപും എന്നെ അടച്ചു. തമ്പുരാന്റെ കാര്യം വരും. മുമ്പോട്ട് നീ, കാരണം ഈ രീതി നീ മുമ്പോട്ട് പോയാൽ വലിയ അപകടം വരും, നിനക്ക് വലിയ പ്രശ്നം വരും എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം എവിടെ അടച്ചു? മുൻപ് അടച്ചു. കാരണം മുമ്പോട്ട് നീ പോകരുത്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു, ഞാൻ അങ്ങനെ പിന്മാറ്റത്തിൽ പോകും, ഇനി ഞാൻ സഭയിലോട്ട് പോകുന്നില്ല. അപ്പൊ തമ്പുരാൻ പിൻപോക്ക് അടച്ചു. ഇപ്പൊ നിനക്ക് പിന്മാറ്റത്തിന് പോകാൻ പറ്റത്തില്ല, മുൻമാറ്റം. ഇതെന്തിനാ ദൈവം ഇങ്ങനെ അടച്ചെന്ന് ചോദിച്ചാൽ അടുത്ത വാക്കാണ് പ്രധാനം. ബാക്കി വായിച്ച മക്കളെ, നീ നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഒന്ന് കൈ നിന്നെ കളയാനല്ല, നിന്നെ തകർക്കാനല്ല, നിന്നെ ഇല്ലായ്മ ചെയ്യാനല്ല. തമ്പുരാന് നമ്മളെ ആവശ്യമുള്ളത് കൊണ്ട്, ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് അവൻ എന്നെ മുൻപടച്ചു, അവൻ എന്നെ പിൻപടച്ചു. എന്നിട്ട് അവന്റെ കൈ എന്റെ തലമേൽ വെച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചു. എന്റെ ജീവിതം അവൻ മാറ്റി, എന്റെ ചിന്തകളെ അവൻ മാറ്റി. അവൻ വേറെ രീതിയിൽ ദൈവം അടയ്ക്കും, വേറെ രീതിയിൽ ദൈവം അടയ്ക്കും. നിങ്ങൾക്ക് അത്ഭുതം ചില വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങളുടെ പുസ്തകം എല്ലാം എടുക്കാൻ സമയമില്ല, എന്നാലും ഓർക്കുന്ന പറയാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ എഴുതേ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം, പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലി കെട്ടിയടച്ച്. നീ പുറത്തേക്ക് പോകരുത്. തമ്പുരാൻ നമ്മളെ വേലി കെട്ടി അടയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ദൈവം എന്റെ വഴി അടച്ചെന്നല്ല, പുറത്തു പോയാൽ നിനക്ക് വേറെ പ്രശ്നമുണ്ടല്ല. ഇതാർക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. തമ്പുരാൻ അറിയാം, പാടില്ല, ഇവൻ പുറത്തിപ്പോ പോകരുത്. ചിലപ്പോൾ ദൈവം നിന്റെ വഴി അടച്ച ഭാരപ്പെടരുത്, നിനക്ക് വരാനിരിക്കുന്ന വലിയൊരു ആപത്ത് മാറിപ്പോകും. ദൈവത്തിന് 100 ആടുണ്ടായിരുന്നു, അതിൽ 1 ആട് കാണാതെ പോയി. മനസ്സിലായോ? അവസാനം ഈ ഇടയായി ഈ ആടിനെ ചെന്ന് ആ മുള്ളെല്ലാം മാറ്റി, കുരുങ്ങി കിടപ്പല്ലായിരുന്നു, മുള്ളെല്ലാം എടുത്ത് കളഞ്ഞ് എടുത്ത് തോള വെച്ചോണ്ട് നടന്നു വരുവാ. ഈ ആടിനെ വെച്ചുകൊണ്ട് വരുമ്പോൾ ആട് തോളയിലിരിക്കുക. അപ്പം ആട് തോളയിൽ ഇരുന്നുകൊണ്ട് ഇടയനോട് കാര്യം പറയാനായിട്ട് ഇനി ഒരു മധ്യസ്ഥന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ചെവിയും ആട് തമ്മിൽ അടുത്തല്ലേ ഇരിക്കുന്നത്. ഇതിന് ഇടയ്ക്ക് ഒരാൾക്ക് കയറി ഇരിക്കാനും സ്ഥലമില്ലല്ലോ. അവിടെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആര് വേണ്ട?
മധ്യസ്ഥം വേണ്ട, കാരണം നമ്മൾ ചെവിലോട്ട് കാര്യം പറയാൻ പറയും. അപ്പൊ ഇടയനോട് ഈ ആട് പറയാം, എന്നാലും എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു. ഇടയൻ ചെന്നാ പറ്റി, എന്റെ ദേഹത്ത് മുഴുവൻ പുള്ളു കൊണ്ടു, മുറിഞ്ഞു, ചോര വന്നു. ഇടയനൊരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, ആ മുള്ളിനകത്ത് നിന്നെ ഞാൻ കുരുക്കിയില്ല, എന്നെ ചെന്നാ നിന്നെ തിന്നേനെ. ആ മുള്ളിനകത്ത് നിന്നെ ഞാൻ കുരുക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ചെന്നായ നിന്നെ തിന്നേനെ. ചിലപ്പോഴൊക്കെ ദൈവം ചില കൊച്ചു കൊച്ചു മുറിവുകൾ വരുത്തുന്നത്, ചെറിയ വേദനകൾ വരുത്തുന്നത് നിന്റെ ഒരു തുള്ളി രക്തമല്ലേ പോയുള്ളൂ, പക്ഷേ സിംഹത്തിന്റെ വായിൽ നീ പെടാതിരിക്കുവാനോ, നീ തകർന്നു പോകാതിരിക്കാൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ദൈവം ഞാൻ പറയുന്നു, നീ ജീവനോടെ ഇരിക്കുന്നത്, നീ ആയുസ്സോടെ ഇരിക്കുന്നത്, നീ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, നിന്റെ തലമുറ സന്തോഷമായിട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ പുറത്തു പോകാതെ വണ്ണം ദൈവം എന്നെ വേലി കെട്ടി അടച്ചു. 9-ാം വാക്യം വായിച്ച മക്കളെ. വെട്ടുകല്ലുകൊണ്ട് അവൻ എന്റെ വഴി അടച്ച് എന്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു. നമ്മൾ സ്വയം തെരഞ്ഞെടുത്ത ചില വഴികൾ, നമ്മൾ ഉണ്ടാക്കിയ ചില പ്ലാനുകൾ ദൈവം പൊളിച്ചു കളയും. അവൻ ചെറിയ വേലിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയുമോ, നമ്മൾ തന്നെ ചാടും. അതുകൊണ്ട് തമ്പുരാൻ വെട്ടുകല്ലുകൊണ്ട് അടയ്ക്കുക. അവൻ സ്തോത്രം. ചിലര് മാനസാന്തരപ്പെടാതെ വേലി കുടിക്കാൻ പോകും. ദൈവം എന്തിനാ ചില അടയ്ക്കുന്ന? എന്തിനാ നമ്മുടെ വഴി എന്തിനാ ദൈവം അടയ്ക്കുന്നത്? നമുക്ക് മാറ്റം വരാം. അപ്പൊ അത് നമ്മൾ രക്ഷിക്കപ്പെടുകയല്ല, നമ്മൾ തിരിഞ്ഞു വരണം. ഇതിന് സമ്മതമില്ലാത്തവർ ചിലർ കുത്തിയിരുന്ന് വെട്ടുകല്ലിന്റെ വേലി കുളിക്കും. അപ്പൊ സഭാപ്രസംഗി 10:8 വായിച്ച്, സഭാപ്രസംഗി 10:8 വായിച്ച് മക്കളെ. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. മതി, കടിക്കും. മാനസാന്തരപ്പെടാൻ സമയമില്ല, കുത്തിയും മതിൽ പൊളിക്കുക. ദൈവം ചിലത് അടച്ചാൽ പിന്നെ തുറക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തു, വേറെ 1000 വഴി തുറക്കാൻ ദൈവത്തിന്, വേറെ 1000 വഴി തുറക്കാൻ അവൻ. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു പോകുന്നവർക്ക് സൂപ്പർ മാർക്കറ്റ് ഇല്ലാത്തപ്പോൾ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, പാറയുടെ പിളർപ്പിൽ നിന്ന് ലക്ഷങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ എന്റെ ദൈവത്തിന് അറിയാമെങ്കിൽ, ഇന്ന് രാത്രി പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവം ചോദിക്കുന്നു, നിന്റെ മക്കൾക്ക് വേണ്ടി വഴി തുറക്കാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി വഴി തുറക്കാൻ ദൈവത്തിന് അറിയില്ലേ? എന്റെ തമ്പുരാന്റെ പക്കൽ അനേക വഴികളുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ ഇതിനകത്ത് പറയും, തമ്പുരാൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം. എന്റെ ജീവിതത്തിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ, രക്ഷയെന്ന മതിൽ, വേർപാടിന്റെ മതിൽ, ആത്മസംയമനത്തിന്റെ മതിൽ, എന്റെ ജീവിതത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന മതിലുകളെല്ലാം ഒന്നും പണിയാൻ എന്തിനായി മഹായോഗം വെച്ചത്? ദൈവദാസൻ എന്തിനായി ഇതിനു വേണ്ടി സഭയിൽ ഇത്രയും കാര്യങ്ങൾ ക്രമീകരിച്ചത്? ഈ പ്രശ്നം ഒരുപക്ഷെ നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും, എന്റെ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും, ഈ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തെ മാറ്റട്ടെ. ഈ ദൈവവചനം നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ദൈവ പ്രവർത്തനങ്ങൾ വെളിപ്പെടാൻ ഇടയാകട്ടെ. നമുക്കെല്ലാവർക്കും ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. ബൈബിളെല്ലാം കസരകളൊന്നും താത്തു വെച്ചാട്ടെ. കർത്തൃക്കരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവിനെ നമ്മെ തന്നെ വിട്ടുകൊടുത്താട്ടെ.
ഇതൊരു അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തൊടുന്ന ഒരു രാത്രിയാകട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് അതിനുശേഷം ദൈവത്തിന്റെ ദാസൻ തുടർന്ന് ആരാധനയോടുകൂടി എൻ്റെ അവസാന ഭാഗത്തേക്ക് വരും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സൂക്ഷ്യപിതാവേ, ദൈവവചനം കേട്ടതിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ട ചിലർ അവരുടെ ജീവിതത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന രക്ഷയുടെ മതിൽ പണിയണം. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടവർ ഇന്ന് രാത്രി മടങ്ങി വരുന്ന രാത്രിയെ മാറണം. സ്നാനപ്പെടാനുള്ളവർ സ്നാനപ്പെടാൻ തയ്യാറാകണം. വേർപാടിന്റെ മതിലിടിഞ്ഞു പോയവർ വിശുദ്ധിയുടെയും വേർപാടിന്റെയും അനുഭവത്തിലേക്ക് മടങ്ങി വരണം. ആത്മസംയമനം, ഇന്ദ്രിയ ജയം നഷ്ടപ്പെട്ടവർ ആ പൊളിഞ്ഞു പോയ മതിലുകൾ മുഴുവൻ പണിയാൻ ഇടയാകണം. നാദാ, ഞങ്ങൾക്ക് വേണ്ടി ഒരു തീ കൊണ്ട് മതിൽ കെട്ടുന്നൊരു ദൈവമുണ്ട്. ഞങ്ങൾ ആ പരിശുദ്ധാത്മാവിന്റെ തീ മതിലിനകത്ത്, പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ തീ മതിലിനകത്ത് ഹല്ലേലൂയ ഞങ്ങൾ സഭയായിരിക്കുവാൻ സഹായിക്കണം. രോഗികളായി വന്നവരെ സൗഖ്യത്തോടെ അയച്ചാട്ടെ. മനസ്സുഭാരത്തോടെ വന്നവർ പ്രത്യാശയിൽ നിറഞ്ഞു കടന്നു പോലെയാകണം. അപ്പ എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുന്നു. പുതിയ വാതിലുകൾ തുറക്കട്ടെ, നന്മയുടെ വാതിലുകൾ തുറക്കട്ടെ. എല്ലാ നന്മകളാൽ ജനം നിറയപ്പെടട്ടെ. ദൈവദാസനെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. നാളെയിൽ തുടർന്ന ദിവസങ്ങൾക്ക് കൺവെൻഷനുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനകളുടെ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ കരങ്ങളും പിടിച്ച് ആത്മാവിലാതെ എല്ലാ
കൺവെൻഷൻ പ്രാരംഭത്തിൽ ദൈവകൃപയാശാഭിഷത്തിന് അതികൃപ ദൈവ നിരത്തിയായ കേട്ട വചനത്തിൻ്റെ വിത്തുകളെല്ലാം അവിടെ ഹൃദയത്തിന് ആഴത്തി ഇറങ്ങി ഫലബുദ്ധിയുള്ളതായി തീരുവാൻ ദൈവം സഹായിക്കണമെന്നത് അഭിഷേകത്തിന് കൃപയിലും ദൈവം നിറത്തികരയ്ക്കായി സ്തോത്രം കർത്താവത്തോട് 2 ദിനങ്ങളിലും കൊയ്ത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ സ്വർഗം നടത്തി അഭിഷേകത്തെ മര്യാദകൾ ബന്ധപ്പെടുത്തണം ആരുടെ എല്ലാ ഭാഗം പരിശ്രമം ജീവിതത്തെ വലിയ പ്രവൃത്തി ഈ ജനത്തിൻ്റെ അങ്ങയുടെ കൃപ ധാരാളം മടക്കിയാത്തല്ല കൂടി വീണ്ടും കൂടി വരലിലൂടെ അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ സൂക്ഷിക്കണം മഹത്വം യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആശ്വസിപ്പിക്കുന്ന നാമത്തായി നാം ഇവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ ഇന്ന് 5:45 തുടങ്ങിയത്, നാളെ 5:45 തന്നെ ആരാധന ആരംഭിക്കും. എല്ലാ വിശ്വാസം നേരത്തെ വരണം. ഇന്ന് വരാത്തവരോട് കൂട്ടിക്കൊണ്ടുവരണം. ഓക്കെ, ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥന മുൻപോട്ട് വന്നാൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു.